ഹലോ ഗായ്സ്, സബ്ജക്ട് ടെക് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മത്സമാരിൽ നിന്ന് നമ്മുടെ എന്താ പറയുക ഓണം എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ 2022 ഓണക്കിറ്റ് അൺബോക്സിങ് വീഡിയോ ഗായ്സ്. അപ്പോൾ അതിൽ എന്തൊക്കെ കിട്ടി, അപ്പോൾ ഏതൊക്കെ സാധനങ്ങളാണ് ഇത് ഈ 2022 സ്പെഷ്യലായിട്ട് കിട്ടിയത്, അപ്പോൾ അതൊക്കെ അൺബോക്സിങ്ങിൻ്റെ ഒരു വീഡിയോ ആണ് ഗൈസ്. അപ്പോൾ ഈ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ്, അപ്പോൾ നമുക്ക് നേരെ അൺബോക്സിങ്ങിൽ കിടന്നാലോ. മച്ചമാരെ, അപ്പൊ നമ്മുടെ കിട്ടിയ അൺബോക്സിംഗിലേക്ക് കിടക്കാം ഗൈസ്. അപ്പൊ ഞാൻ കയറൊക്കെ അഴിക്കണ്ടോ. ഗൈസ്, ഇത് ഓരോന്നോരോന്നും എടുത്തിട്ട് നിങ്ങൾ കാണിച്ചു തന്നാൽ അത് പെട്ടെന്ന് വീഡിയോ ലെങ്ത് ആവും. ഗൈസ്, ഞാൻ ഇത് എല്ലാം എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. മച്ചമാരെ, അപ്പൊ ഇത്രയും സാധനങ്ങളൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഞാൻ ഗൈസ് ഇത് ഓരോന്നോരോന്നും എടുത്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ മച്ചമാരെ. അപ്പോൾ ഗൈസ്, നമ്മുടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓരോന്നോരോന്നിട്ട് കാണിച്ചു തരാം കേട്ടോ ഗൈസ്. അപ്പോൾ ആദ്യം കിട്ടിയിരിക്കുന്ന പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, പായസത്തിനൊക്കെ ഉപകാരപ്പെടുന്ന മുന്തിരിങ്ങയും അതുപോലെ തന്നെ എന്താ പറയുക കശുവണ്ടി എന്നൊക്കെ പറയും. അപ്പോൾ ഗൈസ്, അപ്പോൾ അതാണ് കിട്ടിയിരിക്കുന്നുണ്ടോ ആദ്യം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഒരു 10 രൂപയുടെ പാക്കറ്റാണ് തോന്നുന്നുണ്ട്. അതാണ് ആദ്യം കിട്ടിയത് കേട്ടോ. അപ്പോൾ രണ്ടാമത് കിട്ടിയത് പറഞ്ഞാൽ നമ്മുടെ ഗൈസ് ഏലക്കയാണ്. അപ്പോൾ ഏലക്ക ഇതുപോലത്തെ ഒരു പാക്കറ്റാണ്, ഒരു 10 രൂപയുടെ പാക്കറ്റാണ് തോന്നുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഏലക്ക രണ്ടാമത് കിട്ടിയിട്ടുണ്ട്. പിന്നെ കിട്ടിയത് പറഞ്ഞാൽ മുളക് പൊടിയാണ് കേട്ടോ ഗൈസ്, മുളക് പൊടിയാണ്. അപ്പോൾ ഇതൊരു 38 രൂപയുടെ പാക്കറ്റുള്ള മുളക് പൊടിയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇതാണ് മൂന്നാമത് കിട്ടിയിരിക്കുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പം ചേർന്ന് വന്ന മഞ്ഞൾപ്പൊടിയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടി കിട്ടിയത് പറഞ്ഞാൽ അതിനോടൊപ്പം തന്നെ ആ റേഞ്ചിൽ തന്നെ കിട്ടുന്ന ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്ന ഒരു സംഭവമാണ് മഞ്ഞൾപ്പൊടിയും കിട്ടിയിട്ടുണ്ട് ഗൈസ്. പിന്നെ കോക്കനട്ട് ഓയിൽ കേട്ടോ. ഇത് എത്ര ലിറ്ററാണ്? 500 മില്ലി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അര ലിറ്ററാണ് തോന്നുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഒരു കോക്കനട്ട് ഓയിലും കിട്ടിയിട്ടുണ്ട് കേട്ടോ. എനിവേ ഒരു കോക്കനട്ട് ഓയിലും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഗൈസ് ഇത് എത്ര ഏതാണെന്ന് അറിയില്ല ഗൈസ്. സോൾട്ട്, ഉപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു പ്രൈസ് വന്നിട്ട് പ്രൈസ് വന്നിട്ട് 15 രൂപ എന്ന ഓർഡർ വന്നിട്ട് ഒരു ഉപ്പും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക നമ്മുടെ ഈ സദ്യക്ക് ആവശ്യമായ ഒരു സംഭവമാണ്. എന്തായാലും ഉപ്പ് വലിയൊരു പാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന പഞ്ചസാര ഇത്രയും വലിയ ഒരു പാക്കറ്റിലാണ് കിട്ടിയിരിക്കുന്നത്. അരിയാണ് തോന്നുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇത്തിരി വലിയ പാക്കറ്റായിരുന്നു കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നല്ല ഇത് 2 പാക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒരു പാക്കറ്റ് കാണിച്ചു തരുന്നത് ഗൈസ്. അപ്പോൾ പഞ്ചസാരയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കിട്ടിയിട്ടുണ്ട് പറഞ്ഞാൽ ഗൈസ്, നമുക്ക് പായസത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു പായസത്തിന് വേണ്ടിയിട്ടുള്ള സേമിയ ഒരു എന്താ പറയുക പാക്കറ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഗൈസ് അടുത്ത കിട്ടിയത് പറഞ്ഞാൽ നെയ്യാണ് കേട്ടോ. മിൽമയുടെ നെയ്യാണ്. അത് 2 കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം ഗൈസ്. വേണ്ട 2 പാക്കറ്റ് നെയ്യ് കിട്ടിയിട്ടുണ്ട്. എനിവേ 2 പാക്കറ്റ് നെയ്യും കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗൈസ് ഉള്ളി ചെറിയൊരു പാക്കറ്റിൽ കവർ ചെയ്ത് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ അറിയില്ല ഗൈസ്. വേണ്ട ഉള്ളി ഒരു പാക്കറ്റിൽ കവർ ചെയ്ത് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പരിപ്പ് തന്നിട്ടുണ്ട്. പരിപ്പും അതുപോലെ തന്നെ ആ ഒരു പാക്കറ്റിൽ തന്നിട്ടുണ്ട്. പിന്നെ ഗൈസ് ഇതിനെപ്പറ്റി ഇതിൻ്റെ വെള്ളപ്പയറാണ് തോന്നുന്നത്. വെള്ളപ്പയറും അതുപോലെ തന്നെ ആ ഒരു പാക്കറ്റിൽ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇതൊക്കെ മാറ്റി വയ്ക്കാം കേട്ടോ. പിന്നെ ഗൈസ് 2 പാക്കറ്റ് ചെറുപയർ കിട്ടിയിട്ടുണ്ട്. ഒരു പാക്കറ്റ് ഒരു ചെറുപയറും ഒരു പാക്കറ്റ് ചെറുപയറും 2 പാക്കറ്റ് ചെറുപയർ 2 പാക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അതേപോലെ ഗൈസ് 2 പാക്കറ്റ് നമ്മുടെ എന്താ പറയുക പരിപ്പ്, അതുപോലെ തന്നെ 2 പാക്കറ്റ് കറക്റ്റായിട്ടുള്ള രീതിയിൽ പരിപ്പും കിട്ടിയിട്ടുണ്ട്. ഇനി സാമ്പാറിനൊക്കെ ഉപകാരപ്പെടും. 2 പാക്കറ്റ് പരിപ്പും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഗൈസ് 2 പാക്കറ്റ് അതുപോലെ തന്നെ ഇത് ഏതാ അരിയാന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഗൈസ്. അരി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഓരോന്നത് കാണിച്ചു തരാം. ഇത് മട്ടരിയാണ് തോന്നുന്നു. എനിക്കറിയില്ല കേട്ടോ. കാര്യം ഇത് വലിയ ഇതൊന്നുമില്ല. ഇത് മട്ടരിയാണ് തോന്നുന്നു. എനിവേ നിങ്ങളൊക്കെ എന്താണ് ഈ അരി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്നുവെച്ചാൽ ഇത് 2 കിട്ടിയിട്ടുണ്ട് കേട്ടോ. 2 കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചെറിയൊരു പാക്കറ്റായിട്ട് എന്താ പറയുക എന്താ സംഭവം അറിയില്ല കേട്ടോ. ഉലുവയാണ് തോന്നുന്നുണ്ട് കേട്ടോ.
എനിക്ക് ഡൗട്ടാണ്, മൂല്യമാണോ എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു പാക്കറ്റിൽ ഇതും കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊക്കെയാണ് നമ്മൾ എന്താ പറയുക ആ കിറ്റിൽ കിട്ടിയ സംഭവങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.